ഹേ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം എങ്ങനെയാണ് CMF ഫോൺ 1 ഹാർഡ് റീസെറ്റ് ചെയ്യാമെന്ന്. ഇപ്പോൾ നമുക്ക് സെക്യൂരിറ്റി പാച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ വരില്ലേ, അപ്പോൾ അതിൽ കുറേ ബഗ്സ് ഉണ്ടാവും. ബഗ്സ് ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാവുക, ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടാവും, അതേമാതിരി ഫോൺ നന്നായിട്ട് ലാഗ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ റീസെൻ്റ്ലി ആൻഡ്രോയിഡ് 15 അപ്ഡേറ്റ് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് ലാഗും സ്റ്റട്ടറൊക്കെ ഉണ്ടായിരുന്നു ഡിവൈസിൽ. അപ്പോൾ ഞാനൊന്ന് ഹാർഡ് റീസെറ്റ് ചെയ്തപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആയി എൻ്റെ ഡിവൈസിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ CMF ഫോൺ 1 ഹാർഡ് റീസെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡിവൈസ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക, പവർ ഓഫ് ചെയ്യുക. അപ്പോൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷട്ട് ഡൗൺ ആവട്ടെ. ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വോളിയൂം അപ്പ് ബട്ടൺ ഉണ്ടല്ലോ, വോളിയൂം അപ്പ് ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ പവർ ബട്ടൺ ഉണ്ടല്ലോ, പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ബൂട്ട് സ്ക്രീൻ വരുന്നവർക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിക്കണം. ബൂട്ട് സ്ക്രീൻ വന്ന ഉടനെ തന്നെ ഇങ്ങനത്തെ ഓപ്ഷൻ വരും, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ വോളിയൂം അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ റിക്കവറിയിൽ സെലക്ട് ചെയ്യുക. ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് വോളിയൂം അപ്പ് ബട്ടൺ കൊണ്ടുപോയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ റിക്കവറിയുടെ അവിടെ വെച്ചിട്ട് വോളിയൂം ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റിക്കവറി മോഡിലേക്ക് പോണതായിരിക്കും, കണ്ടില്ലേ? റിക്കവറി മോഡിൽ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്ക്രീന് ഇങ്ങനെയാവും. പിന്നെ ഇങ്ങനത്തെ ഒരു സിമ്പിൾ കാണും. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ പവർ ബട്ടൺ ഉണ്ടല്ലോ, പവർ ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വോളിയൂം ബട്ടൺ ഉണ്ടല്ലോ, അത് സ്ലൈറ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇങ്ങനെ ഓപ്ഷൻ വരും, റീബൂട്ട് സിസ്റ്റം, റീബൂട്ട് ടു ബൂട്ട് ലോഡർ, എൻറ്റർ ഫാസ്റ്റ് ബൂട്ട്. നമുക്ക് വേണ്ട ഓപ്ഷൻ ഏതാണ് നമ്മളിവിടെ താഴത്തേക്ക് പോവുക. താഴത്തേക്ക് വോളിയൂം ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തേക്ക് പോവുക. വൈപ്പ് ഡാറ്റ ഫാക്ടറി റീസെറ്റ് കാണാല്ലേ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സെലക്ട് ആവുന്നതായിരിക്കും. സെലക്ട് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ ഫോൺ ഹാർഡ് റീസെറ്റ് ആയിട്ട് പുതിയൊരു ഡിവൈസായിട്ട് മാറും. നിങ്ങളുടെ ഡിവൈസിൽ വല്ലതും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഹാർഡ് റീസെറ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ എന്തായാലും ഹാർഡ് റീസെറ്റ് ചെയ്യണില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ റീബൂട്ട് സിസ്റ്റം കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഹാർഡ് റീസെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ വേറെ വല്ലതും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ എഴുതുക, അതിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.